ഒക്വേർ ന്യൂസ് ചാനൽ ദ കട്ടിംഗ് എഡ്ജിലേക്ക് സ്വാഗതം. ഇവൾ ഹരിയാന യൂട്യൂബർ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്ര. ചാരവൃത്തി നടത്തുന്നതിനും പാകിസ്ഥാനുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിനും ജ്യോതി മൽഹോത്രയെ മെയ് 16 പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായ 12 പേരിൽ ജ്യോതി മൽഹോത്ര എന്ന ഈ 31കാരിയും ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടപടികളുടെ ഭാഗമായി വിദേശ ഇന്റലിജൻസ് നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെട്ട ചാരവൃത്തി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര 1 വർഷത്തോളം ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലായിരുന്നു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ പ്രവർത്തകരുമായി ബന്ധമുള്ള 4 പേരുമായി ആശയവിനിമയം നടത്തിയത് ഡിജിറ്റൽ ഡാറ്റയിൽ വെളിപ്പെട്ടിരുന്നു. ജ്യോതി മൽഹോത്രയുടെ ഉപകരണങ്ങളിൽ നിന്നും അക്കൗണ്ടുകളിൽ നിന്നും ഹരിയാനയിലെ ഹിസാറിൽ നിന്നും 12 ടെറാബൈറ്റ് ഡിജിറ്റൽ ഡാറ്റ പോലീസ് പിടിച്ചെടുത്തു. കോൾ ഡീറ്റെയിൽസ് രേഖകൾ ലഭിച്ച ശേഷം എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് മെയ് 14 ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തത്. IANSന്റെ FIRൽ മെയ് 13 ഇന്ത്യൻ സർക്കാർ പഹൽഗാം സംഭവത്തിനു ശേഷം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി 2023 ജ്യോതി മൽഹോത്ര ബന്ധപ്പെട്ടിരുന്നുവെന്നും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സന്ദർശിച്ചുമെന്നാണ് FIRൽ പറയുന്നത്. പാകിസ്ഥാൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്ന ഡാനിഷിനെ ഇന്ത്യ എ പേഴ്സൺ നോൺ ഗ്രേറ്റ് ആയി പ്രഖ്യാപിച്ചു. ചാരവൃത്തിയുടെ പേരിൽ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഡാനിഷ് ജ്യോതി മൽഹോത്രയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ജ്യോതിയും പാക് വ്യക്തികളും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ആഴവും സങ്കീർണതയും വെളിപ്പെടുത്തുന്ന ചാറ്റ് റെക്കോർഡുകൾ, കോൾ ലോഗുകൾ, വീഡിയോ ദൃശ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ഫോറൻസിക് വസ്തുക്കൾ, ജ്യോതിയുടെ ആശയവിനിമയങ്ങൾ, പ്രത്യേക വിസ അംഗീകാരങ്ങൾ, പാകിസ്ഥാന്റെ ISAയുമായി ബന്ധപ്പെട്ട ആഖ്യാന നീക്കത്തിലെ അവരുടെ പങ്ക് എന്നിവയെക്കുറിച്ചുള്ള ഭയാനകമായ വിവരങ്ങളാണ് ഈ ഡേറ്റയിൽ നിന്നും ലഭിച്ചത്. 2023 ജ്യോതി മൽഹോത്രയെ ആദ്യമായി പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഒരു വ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നീട് 2024 രണ്ടാമത് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഡാനിഷുമായി ബന്ധപ്പെട്ടിരുന്ന എംബസിയിലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. ഡാനിഷിന്റെ പരിചയക്കാരനോടൊപ്പം അവൾ 4 മണിക്കൂർ ഒരു മുറിയിൽ താമസിച്ചു. ഇതിനുശേഷം അന്വേഷണ ഏജൻസികൾ ജ്യോതി മൽഹോത്രയെ റഡാറിൽ ഉൾപ്പെടുത്തിയിരുന്നു. കർത്താർപൂർ സാഹിബ് ഗുരുദ്വാരയിൽ 3ാം തവണയാണ് ജ്യോതി എത്തിയത്. അവിടെ വെച്ച് അവർ പാകിസ്ഥാനിലെ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം ഷെരീഫുമായി അഭിമുഖം നടത്തി. ജ്യോതിക്ക് VIP പരിഗണനയാണ് അവിടെ ലഭിച്ചത്. ഈ പരിഗണന ജ്യോതിയുടെ മേൽനോട്ടവും നിരീക്ഷണവും വർദ്ധിപ്പിച്ചു. ഇതിനുശേഷം ജ്യോതിയുടെ ചരിത്രം അന്വേഷിക്കാൻ തുടങ്ങി. ഈ മാർച്ചിൽ ലാഹോറിലെ അനാർക്കലി ബസാറിലെ തെരുവുകളിൽ ജ്യോതി മൽഹോത്രയെ AK-47 റൈഫിൾ ധരിച്ച് 6 പേർ VVIP സുരക്ഷാ സംവിധാനം ഒരുക്കി ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. പച്ചവസ്ത്രം ധരിച്ച തോക്കുധാരികൾ അസോൾട്ട് റൈഫിളുകൾ കൈവശം വെച്ചിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ സ്കോട്ടിഷ് യൂട്യൂബർ കല്ലം മിൽസ് ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ പാകിസ്ഥാനിൽ വെച്ച് കാണുകയുണ്ടായി. ലാഹോറിലെ അനാർക്കലി ബസാറിൽ മിൽസ് ചിത്രീകരിച്ച വീഡിയോയിൽ ജ്യോതിയെ നിരവധി ആയുധധാരികളായ ആളുകൾ വളഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നു. പാകിസ്ഥാനിലെ ലാഹോറിലെ സുരക്ഷയ്ക്കായി AK-47 ആയുധധാരികളായ 6 പേരെങ്കിലും ട്രാവൽ ബ്ലോഗറെ വളഞ്ഞിരുന്നു. കല്ലം അബ്രോഡ് എന്ന് വിളിക്കപ്പെടുന്ന യൂട്യൂബർ മിൽസ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്ന അവസരത്തിൽ പറഞ്ഞു, അവൾക്ക് ചുറ്റും തോക്കുധാരികൾ ഉണ്ടെന്ന് നോക്കൂ. അവളെ ചുറ്റിപ്പറ്റി 6 തോക്കുധാരികളുണ്ട്. ഇത്രയും കനത്ത സുരക്ഷാ പ്രദേശം സുരക്ഷിതമല്ലെന്ന് സൂചിപ്പിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രത്യക്ഷത്തിൽ അവൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇന്ത്യക്കാരന് പാകിസ്ഥാനിലേക്ക് പോകുന്നത് സാധാരണയായി വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവൾ അത് എളുപ്പത്തിൽ ചെയ്തു വരുന്നു. പാകിസ്ഥാനിൽ ജ്യോതിക്ക് ലഭിച്ച VIP പെരുമാറ്റം പലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലാഹോറിൽ തെരുവുകളിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയ ഇന്ത്യൻ പെൺകുട്ടിയുടെ പേരാണ് ജ്യോതി മൽഹോത്ര എന്ന് കല്ലം തന്റെ യൂട്യൂബിൽ പറയുന്നു. ദേശീയ സുരക്ഷാ കേസുകളിൽ നെറ്റ്വർക്കുകൾ കണ്ടെത്തുന്നതിനും മറഞ്ഞിരിക്കുന്ന ലിങ്കുകൾ കണ്ടെത്തുന്നതിനും ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണങ്ങൾ നിർണായകമായി മാറിയിരിക്കുകയാണിപ്പോൾ. ഈ കേസിൽ മൽഹോത്രയെ ഒരു ആസ്തിയായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായി ഇവളിലൂടെ തന്ത്രപ്രധാന രേഖകൾ മനസ്സിലാക്കാൻ പാക് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു മുന്നേറ്റത്തെയാണ് ഇന്ത്യ ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. ഭീകരാക്രമണത്തിന് 3 മാസം മുമ്പ് ജ്യോതി പഹൽഗാം സന്ദർശിച്ചിരുന്നു. ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഒരു പാക് ഇന്റലിജൻസ് ഓപ്പറേറ്റീവുമായി ജ്യോതി ബന്ധപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയയായി. ഇന്ത്യ ഡാനിഷുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജ്യോതി നിരവധി തവണ സംസാരിച്ചതിന്റെ രേഖകൾ കണ്ടെത്തി. അവർ ജ്യോതിയെ ഒരു പാകിസ്ഥാൻ ആസ്തിയായി വളർത്തിയെടുക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലുടനീളം ജ്യോതി ഡാനിഷുമായി ബന്ധപ്പെട്ടിരുന്നു. പഹൽഗാം സംഭവത്തിനു ശേഷം ജ്യോതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിൽ പാകിസ്ഥാനെ വിമർശിക്കുന്നതിന് പകരം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെയും വിനോദസഞ്ചാരികളെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടത്. നമ്മൾ വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തത് കൊണ്ടാണ് ആക്രമണം നടന്നതെന്നും തീവ്രവാദികൾ
തീവ്രവാദികളെ ചില ആളുകൾ പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഈ തീവ്രവാദികളെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരല്ല, നമ്മൾ അഴിമതിക്കാരോ തെറ്റുകാരോ ആണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ഏത് രാജ്യത്തിനും തെറ്റാണ്. ആരെങ്കിലും ആ തീവ്രവാദികളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും തെറ്റാണ്. അതിന് നമ്മളും ഉത്തരവാദികളാണ്. സുരക്ഷാ വീഴ്ച സംഭവിച്ചതിനാൽ സർക്കാരും ഉത്തരവാദികളാണെന്നും അവർ വീഡിയോയിൽ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഉയർന്ന സുരക്ഷിതയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ കോണിലും സൈന്യവും പോലീസുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുപോലൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ജ്യോതി മൽഹോത്രയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ ആശയവിനിമയം നടത്തിയതെന്നും പാകിസ്ഥാനിലെ ISI പ്രവർത്തകരുടെ കോൺടാക്റ്റുകൾ വ്യാജ പേരുകളിൽ തൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്നതായും ആരോപിക്കപ്പെടുന്നു. പാകിസ്ഥാനിലെ ISI പോലുള്ള വിദേശ രഹസ്യാന്വേഷണ സംഘടനകൾ സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരെയും പത്രപ്രവർത്തകരെയും എങ്ങനെ സ്വാധീനിച്ച് അവരുടെ അജണ്ടകൾ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതലായി നിരീക്ഷിച്ചു വരുന്നു. മൽഹോത്രയുടേതുപോലുള്ള അന്വേഷണങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിന് നിർണായകമാകുന്നു. മൽഹോത്ര തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. യാത്രാ വ്ളോഗർക്ക് പേരുകേട്ട അവർ പാകിസ്ഥാൻ സന്ദർശനങ്ങൾ രേഖപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയൊരു അനുയായികളെ വ്യാപകമായ സ്വീകാര്യതയും നേടി അവരുടെ യൂട്യൂബ് ചാനലിന് 3.77 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരും ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ 1.33 ലക്ഷത്തിലധികം ഫോളോവേഴ്സുമുണ്ട്. ജ്യോതിയുടെ പ്രൊഫൈൽ ബയോ ഇങ്ങനെയാണ്. നാടോടി, ലിയോ ഗേൾ, വാണ്ടറർ, ഹരിയാൻവി പ്ലസ് പഴയ ആശയങ്ങളുള്ള പഞ്ചാബി മോഡേൺ ഗേൾ. പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വീഡിയോ ചാനലുകളിലും ഫോളോവേഴ്സിലും കാഴ്ചക്കാരുടെ എണ്ണത്തിലും ശ്രദ്ധേയമായ വർധനവ് ജ്യോതിക്കുണ്ടായി. അവർ പങ്കിട്ട ക്യൂറേറ്റഡ് ഉള്ളടക്കം അവരുടെ അനുഭവങ്ങളെ കൂടുതൽ വർദ്ധിപ്പിച്ചതായും അവരുടെ ഹാൻഡലർമാർ മുന്നോട്ടുവെച്ച വിവരണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രേക്ഷകരിലേക്ക് അത് പ്രതിധ്വനിച്ചതായും അന്വേഷകർ വിശ്വസിക്കുന്നു. ജ്യോതിയെ കാണാനെത്തിയ പിതാവ് ഹരീഷ് മൽഹോത്രയോട് ജ്യോതി പറഞ്ഞത്, "പപ്പ, ടെൻഷൻ എടുക്കേണ്ട, ഞാൻ പൂർണ്ണമായും നിരപരാധിയാണ്. ഞാൻ വേഗം പുറത്തു വരും. പോലീസിന് എനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊരു അഭിഭാഷകനെ നിയമിക്കരുത്. ജഡ്ജി എനിക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ്." ജ്യോതിക്ക് പാക് യാത്രയ്ക്കായി പ്രത്യേക വിസകൾ അനുവദിച്ചു. ISIയും പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയവും അംഗീകരിച്ച സുരക്ഷാ പരിരക്ഷയും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, മറ്റു ചില രാജ്യങ്ങൾ ജ്യോതി